Hello examiner family. മോഡൽ എക്സാമിൻ്റെ ഒഫീഷ്യൽ ടൈം ടേബിളൊക്കെ നിങ്ങൾ കണ്ട് കാണുമല്ലേ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ടൈം ടേബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെയാണ്, അധികം ഗ്യാപ്പില്ലാതെയാണ് ഈ വർഷം എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇനി നമുക്ക് ടൈം ടേബിളിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അതിലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡിസംബർ എക്സാമിന് ശേഷമുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, ഈ ജനുവരിയിൽ തന്നെ കംപ്ലീറ്റ് പഠിച്ച് സെറ്റാക്കുക. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിൽ നമുക്ക് ഒരു ഫസ്റ്റ് 2 ആഴ്ചയോളം സമയം കിട്ടും. അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ മാരത്തോൺ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഒരു 95% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു പാറ്റേണിൽ തന്നെ പോവുകയാണെങ്കിൽ പബ്ലിക് എക്സാമും വലിയ തലവേദന ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ച് റിവൈസ് ചെയ്ത് അങ്ങനെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക അല്ലേ? അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാം സൂപ്പർ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കമ്മിങ് ഡേയ്സിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ദെൻ ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ക്രാഷ് ബാച്ചിനകത്ത് ലൈവ് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പം മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി പഠിക്കാനായിട്ട്. എല്ലാവരും അടിപൊളിയായിട്ട് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.